യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് പെസഹ വ്യാഴാഴ്ചയിലെ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന് വിശുദ്ധ കുർബാനയിലൂടെ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഒക്കെയാണ് നമ്മൾ ഈ വചനത്തിലൂടെ കേൾക്കാൻ പോകുന്നത്. വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കുകൊള്ളുവാനായിട്ട് ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും കൃപ നൽകണമേ. ഈശോയാണ് നിത്യപുരോഹിതൻ എന്നുള്ള ബോധ്യത്തിൽ നമ്മളെല്ലാം രാജകീയ പൗരോഹിത്യത്തിൽ ചേർന്നവരാണെന്നും അങ്ങനെ നിത്യപുരോഹിതനായ ഈശോയുടെ കൂടെ ശുശ്രൂഷ പൗരോഹിത്യം പൗരോഹിത്യമുള്ള പുരോഹിതനോടൊപ്പം രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുചേർന്ന് നമ്മളെല്ലാവരും കൂടി ദൈവത്തെ ആരാധിക്കാനായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാനായിട്ട് നമുക്ക് ഈശോയുടെ ആ ജനനം മുതൽ കുരിശുമരണവും ഉത്ഥാനവും എല്ലാം ഓരോ ദിവസവും വിശുദ്ധ ബലിയിൽ വീണ്ടും പങ്കുകൊള്ളാനായിട്ട് അങ്ങനെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയുമായുള്ള ഹൃദയ നമ്മുടെ ഓരോ ഉള്ളിലേക്ക് ഈശോയെ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ഈശോയുമായി ഒരു സ്നേഹബന്ധത്തിലായി തീരാനായിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ. ഈശോ ഒരു ഗോതമ്പ് അപ്പത്തിനെ പോലെ വളരെ ചെറുതായിക്കൊണ്ട് ശിഷ്യരുടെ കാൽ കഴുകിയ ഈശോയുടെ മാതൃക നമുക്കും ചെറുതാവാനായിട്ട് ഈശോയെ പോലെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് ഈശോ കുരിശിൽ മരിച്ചുകൊണ്ട് സകലരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നമ്മെ രക്ഷിച്ച ഈശോയുടെ ആ ഒരു സ്നേഹത്തിലേക്ക് ആ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ആ ദൈവത്തിൽ പൂർണ്ണമായി നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും അനുനിമിഷം വിശദീകരിച്ച് യേശു ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ ഞങ്ങളും പൂർണ്ണമായി പരിശുദ്ധിയിലായി തീരാനായിട്ട് ഞങ്ങൾ കൃപ തരണമേ. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈശോ അപ്പം വർദ്ധിക്കുന്നത് നമുക്ക് ആ ഒരു വചനത്തിൽ കാണാൻ സാധിക്കും. പിന്നെ ഈശോ രണ്ടാമത് അവിടെ ചെയ്തൊരു അത്ഭുതമാണ് ഈശോ വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നതായിട്ട് നമുക്ക് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈശോ പറയുന്നു, ഞാനാകുന്നു ജീവന്റെ അപ്പം. എഫെസ്യസ്കാർക്കെതിരെ ലേഖനം 6-ാം അധ്യായം 10, 11, 12 വാക്യങ്ങളിൽ അവസാനമായി കർത്താവിലും അവിടുത്തെ പ്രാഭവത്തിലും കരുത്തുള്ളവരായിരിക്കുവിൻ. സാത്താന്റെ കുതിരതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം. എന്തുകൊണ്ടെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിലെ അധിപന്മാർക്കും സ്വർഗീയടങ്ങളിൽ വസിക്കുന്ന തിന്മേ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിന്റെ സർവായുധങ്ങളും ധരിക്കുവിൻ. യോഹന്നാന്റെ വെളിപാട് പുസ്തകത്തിലെ 12-ാം അധ്യായത്തിലെ 10-ാം വാക്യത്തില് സ്വർഗത്തിലൊരു വലിയ സ്വരം വിളിച്ചു പറയുന്നു, ഞാൻ കേട്ടു, ദൈവത്തിന്റെ ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തങ്ങളെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരങ്ങളെ ദുഷിക്കുകയും രാപ്പകൽ ദൈവസമക്ഷം അവിടുത്തെ പഴി പറയുകയും ചെയ്യുന്നവൻ എറിയപ്പെട്ടിരിക്കുന്നു. നമ്മളെ ഓരോരുത്തരും ഈശോയുടെ നമ്മള് ഇപ്പൊ പൈശാചിക ശക്തികളുടെ മേൽ വിജയം നേടുന്നത് കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും രണ്ടാമത് വചനം വഴിയും ആണ് നമ്മൾ സാത്താന്റെ മേൽ വിജയം നേടുന്നത്. ദൈവത്തിന്റെ വചനം ശക്തി നിറഞ്ഞതാണ്. പിന്നെ മൂന്നാമതായിട്ട് കൃപാവരവും കുഞ്ഞാടിന്റെ രക്തവും തെളിച്ചുകൊണ്ട് നമ്മൾ പൈശാചിക ശക്തികളുടെ മേൽ വിജയം നേടാനായിട്ട് ഈശോ നമുക്ക് നേടിയതെന്നാണ്. പുറപ്പാടാം അധ്യായത്തിലെ 12-ാം വാക്യത്തിലെ 21 വാക്യങ്ങളിൽ ഈശോ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചു പറഞ്ഞു, കുടുംബങ്ങളിലെ കണക്ക് അനുസരിച്ച് നിങ്ങൾ പെസഹ ആട്ടിൻകുട്ടിയെ എടുത്ത് കൊല്ലുവിൻ. പാത്രത്തിലുള്ള രക്തത്തിൽ
ഇപ്പോൾ സോപ്പ് മുക്കിക്കൊണ്ട് അതിൻ്റെ രക്തം കട്ടിളപ്പടികളിലും തളിക്കുക. പ്രഭാതം ആകുന്നവരെ ആരും വീട്ടിൽ നിന്ന് പുറത്തു പോകാനായിട്ട് അനുവദിക്കരുത്. എന്തെന്നാൽ സംഹാരദൂതൻ ഈ ഈജിപ്തിലൂടെ കടന്നു പോകും. നിങ്ങളുടെ കട്ടിളപ്പടികളിലും മേൽപ്പടികളിലും രക്തം കാണുമ്പോൾ സംഹാരദൂതൻ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിച്ച് വിധി വധിക്കാനായിട്ട് അനുവദിക്കുകയില്ല. ആദിജാതന്മാരുടെ ജീവൻ എടുക്കാൻ സംഹാരദൂതൻ വരികയാണ്. വരുമ്പോൾ ആ ദൂതൻ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കാതിരിക്കാൻ നിങ്ങളുടെ കട്ടില വാതിലുകളിലും പടിവാതിലുകളിലും കുഞ്ഞാടിന്റെ രക്തം ഉണ്ടായിരിക്കണം. ആ കുഞ്ഞാടിന്റെ രക്തം കാണുമ്പോൾ മരണദൂതൻ വഴിമാറിപ്പോവുകയും അങ്ങനെ മരണദൂതൻ അപകടത്തിന്റെ ദൂതൻ, ആപത്തിന്റെ ദൂതൻ, അങ്ങനെ രക്തം ആ കുഞ്ഞാടിന്റെ രക്തം തെളിച്ചു കഴിഞ്ഞാൽ വഴിമാറിപ്പോകും. 1 യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 2-4 വാക്യങ്ങൾ കാണാൻ സാധിക്കും. അടുത്ത ദിവസം യേശു തന്റെ അടുക്കലേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 1 പത്രോസ് 1-ാം അധ്യായം 15-19 വാക്യങ്ങളിൽ പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, കളങ്കമോ കറയോ ഇല്ലാത്ത കുഞ്ഞാടിന്റെ പോലുള്ള അമൂല്യമായ രക്തം കൊണ്ടത്രേ. നിങ്ങൾ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നത് കുഞ്ഞാടിന്റെ രക്തവും യേശുക്രിസ്തുവിന്റെ രക്തം നമ്മെ സംരക്ഷിക്കുന്നു ശത്രുക്കളിൽ നിന്ന്. നമുക്ക് ജീവിതത്തിൽ വിജയിച്ചു കയറി വരണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് യേശുവിന്റെ രക്തം. കുഞ്ഞാടിന്റെ രക്തം സ്വീകരിക്കുക. വിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ ഓരോരുത്തരുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് ഇടവരും എന്ന് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. വിശുദ്ധ കുർബാനയിൽ നമ്മൾ യേശുവിന്റെ രക്തം നമ്മൾ തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിശാചിന്റെ ബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മെ പിശാചിനെ എതിർത്തോൽപ്പിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് യേശുവിന്റെ രക്തം. യേശുവിന്റെ കുരിശിന്റെ വലിയ വിശുദ്ധ കുർബാനയിൽ നമ്മൾ വീണ്ടും പുനരാവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ കുർബാന പൈശാചിക ശക്തികൾക്ക് വളരെയധികം ഭയമുള്ള ഒരു സംഗതിയാണ്. കുഞ്ഞാടിന്റെ രക്തവും സാക്ഷ്യത്തിന്റെ വചനവുമാണ് വഴിയും നമുക്ക് പിശാചിന്റെ മേൽ വിജയം നേടാൻ സാധിക്കുമെന്ന് ഏറ്റവും ശക്തമായ ആയുധമാണ് വിശുദ്ധ കുർബാന. സാത്താന്റെ മേൽ വിജയം നേടാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ശക്തമായ ആയുധമാണ് വിശുദ്ധ കുർബാന. സാത്താൻ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാനായിട്ട് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ, കുടുംബത്തിലെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ പാപങ്ങളും ഒക്കെ നമ്മുടെ വീണ്ടും വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് വിശുദ്ധ കുർബാനയിലുള്ള യേശുവിന്റെ സാന്നിധ്യവും അപ്പവും രക്തവും സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നമ്മുടെ നിയോഗങ്ങളെല്ലാം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിത്തരാനായിട്ട് സാധിക്കും. ഏറ്റവും കൂടുതൽ ദൈവകൃപ വർഷിക്കുന്ന വിശുദ്ധ കുർബാനയിലാണ്. പ്രാർത്ഥന, ആരാധന എല്ലാം നിക്ഷേപങ്ങൾ വഴിയും ആപത്ത് കാലത്ത് നമുക്ക് ഈ പ്രാർത്ഥനയും ആരാധനയും വിശുദ്ധ കുർബാനയിലുള്ള സജീവ പങ്കാളിത്തമെല്ലാം നമ്മെ അതിൽ നിന്ന് സംരക്ഷിക്കും. അങ്ങനെ ദൈവം നമുക്ക് നൽകുന്ന ഓരോ സമയവും നന്നായിട്ട് പ്രയോജനപ്പെടുത്തി പൂർണ്ണമായി ഏകാഗ്രതയോടെ പാലിച്ച് അങ്ങനെ ദൈവത്തിന്റെ മുന്നില് ആരാധനയും ബൈബിൾ വായനയും പ്രാർത്ഥനയും ഒക്കെ നടത്താനായിട്ട് ദൈവം
നമ്മളെ മേലിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ സമയത്തെ നന്നായിട്ട് വിനിയോഗിക്കാം. പഴയ നിയമത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, അവിടെ ആടിൻ്റെ പ്രാവിൻ്റെ ഒക്കെ ബലി അർപ്പിച്ചുകൊണ്ട് അവര് പെസഹ ആചരിച്ചിരുന്നത്. എന്നാൽ ഈശോ തൻ്റെ ശരീരം തന്നെയാണ്, പെസഹ കുഞ്ഞാടായ ഈശോ തന്നെയാണ് പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കാൽവരിയിൽ മലയിൽ ബലിയർപ്പിച്ചത്. ലോകത്തിന് പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് ഈശോ. മനുഷ്യര് ഈശോയെ എങ്ങനെയാണ് മനുഷ്യര് നൂറ്റാണ്ടുകളായിട്ട് ഈശോയെ പ്രതീക്ഷിച്ചത്? റോമൻ ഭരണത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്ന ഒരു ഭൗതിക ഒരു രാജാവായിട്ടാണ് ഈശോയെ അവർ കണ്ടിരുന്നത്. ഈശോ നമ്മൾ ഓരോരുത്തരുടെ ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന പാപങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കാനും, ഞാൻ വന്നത് പാപികളെ രക്ഷിക്കാനാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. ലൂക്കായ സുവിശേഷം 22-ാം അധ്യായത്തിലെ 14-ഉം 20-ഉം വാക്യങ്ങളിൽ കാണാൻ സാധിക്കും, സമയമായി അവൻ ഭക്ഷണത്തിനിരുന്നും അവരോടൊപ്പം ശിഷ്യന്മാരും പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് ഈ പെസഹ ഭക്ഷിക്കാനായിട്ട് ഈശോ അത്യധികം ആഗ്രഹിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാവുന്നതുവരെ ഞാൻ ഈ പെസഹ ഇനി ഭക്ഷിക്കുകയില്ല. പെസഹ കുഞ്ഞാടിൻ്റെ ബലിയർപ്പിക്കുക പുളിയില്ലാത്ത അപ്പത്തിൻ്റെ ദിനം വന്നു ചേർന്നു. യേശു പത്രോസ് യോഹന്നാനെയും അയച്ചുകൊണ്ട് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കം ചെയ്യുവിൻ. ഞങ്ങൾ എവിടെയാണ് അങ്ങ് എവിടെയാണ് പെസഹ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്? നീ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളവും ചുമന്നു കൊണ്ടുവരുന്ന ഒരുവൻ വരും. ഇതായിരിക്കും അവർക്ക് നൽകുന്ന അടയാളം. ഉച്ചസമയത്ത് ഒരുവൻ ഒരു കുടം കൊണ്ട് വരും. നിങ്ങൾക്കെതിരെ വരുമ്പോൾ അവൻ കാണിച്ചിരുന്ന ആ സ്ഥലത്ത് ആ പെസഹ ഒരുക്കാനായിട്ട് ഈ ശിഷ്യന്മാരത് ആവശ്യപ്പെട്ടു. ഗെത്സമേനിലെ നമുക്ക് കാണാൻ സാധിക്കും, ഞാൻ പോയി പ്രാർത്ഥിക്കുന്നോളം നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. പത്രോസിനെയും സബദിപുത്രന്മാരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഈശോ ആ ഗെത്സമേനിലിരുന്ന് ദുഃഖിക്കാനും അസ്വസ്ഥനാവാനും തുടങ്ങി. തീവ്ര ദുഃഖത്താൽ അവൻ മരണത്തോളം എത്തുകയും ചെയ്തു. നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഈശോ അവരത് ആവശ്യപ്പെടുന്നു. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കി തരുന്നമേ എന്ന് സാധിക്കും. അകന്നു പോകുന്നമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങേത് ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് ഈശോ അവിടെ തൻ്റെ പീഡാനുഭവത്തിനെ കുറിച്ചുള്ള ആ ഒരു ധ്യാനമാണ് ഈശോ അവിടെ നടത്തിയത്. നമ്മൾ ഈ ഒരാഴ്ചയിൽ ഈശോയുടെ പീഡാനുഭവത്തിലൂടെ കടന്ന് ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഈ ആഴ്ചയിൽ ഈശോയുടെ ആ പീഡാനുഭവങ്ങൾ എല്ലാം ഉത്താനം വരെയുള്ള സംഭവങ്ങളിലൂടെ നമ്മളും കടന്നു പോകുമ്പോൾ ഈശോയിൽ നിന്ന് നമ്മൾ പരമാവധി കൃപകളും ദാനങ്ങളും പാപങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിച്ച് ദൈവത്തിൻ്റെ കൃപകൾ ധാരാളമായി നേടിയെടുക്കാനായിട്ട് നമുക്ക് ഈ ആഴ്ച പരിശ്രമിക്കാം. നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത് വലിയ പാപങ്ങളിലേക്ക് പാപങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മുടെ കൃപകൾ ഓരോന്നും നശിച്ചു പോകുന്നത്.
അങ്ങനെ നമ്മൾ അറിയാതെ ചെയ്ത പാപങ്ങൾ വിശുദ്ധ കുർബാന സമയത്ത് അനുതാപത്തിന്റെ സമയത്തൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ ലഘുപാപങ്ങളെല്ലാം മോചിക്കപ്പെടാനായിട്ട് ഇടയായി തീരും. ഈശോയെ അങ്ങേ എൻ്റെ ഹൃദയത്തിന്റെ രാജാവായി ഞാൻ സ്വീകരിക്കുന്നു. അങ്ങനെ ഈശോയെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഈശോയെ നമ്മുടെ രാജാവായിട്ട് സ്വീകരിച്ച് നമ്മുടെ ഹൃദയത്തില് ദൈവമായിട്ട് നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള ചില വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അത് ഒന്നുമേ പണമാവാം, സമ്പത്താവാം, പിന്നെ സ്ഥാനമാനോ, അങ്ങനെ പിന്നെ മക്കളോ ഏതെങ്കിലും വ്യക്തികളോ ഒക്കെ ആണെങ്കിൽ അവരെല്ലാം അതിൽ നിന്ന് മാറ്റി ഈശോയെ ജീവിതത്തിലേക്ക് കടന്നു പ്രഥമ സ്ഥാനത്ത് കാണുവാനും അങ്ങനെ മറ്റുള്ള വ്യക്തികളെ എല്ലാം രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി തീർത്ത് ഈശോയെ പൂർണ്ണ ഹൃദയത്വം പൂർണ്ണ ആത്മാവും കൂടി സ്നേഹിക്കാനായിട്ട് ദൈവവചനം വായിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള കൃപകൾ ഈ ആഴ്ചയിൽ ഒക്കെ നൽകണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഫിലിപ്പിയ ലേഖനത്തിലെ 1-ാം വാക്യത്തില് ക്രിസ്തുവിനെ വിശ്വസിക്കുക മാത്രമല്ല അവനെ പ്രതി സഹിക്കാനുള്ള ഒരു കൃപ കൂടി മാമോദീസ വഴി നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് നമുക്ക് അങ്ങനെയുള്ള ഒരു കൃപയും കൂടി ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തില് ജീവിതത്തിലെ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ എല്ലാം, സഹനങ്ങള്, നമ്മുടെ ജീവിതത്തിലുള്ള അനുദിന ജീവിതത്തിലുള്ള സഹനങ്ങള് നമുക്ക് രക്ഷാകരമായി മാറ്റാനായിട്ട് ഈശോ ജനിച്ചത് തന്നെ കാൽവരി മലയില് മരിക്കാൻ വേണ്ടി ഇതാണ് ഈശോ ജനിച്ചത്. ഈശോയുടെ ഓരോ ദിവസത്തെ യാത്രയും കാൽവരിയിലേക്കുള്ള യാത്രയായിരുന്നു ഈശോ ചെയ്തത്. അതുപോലെ നമുക്കും ക്രിസ്തുവിനെ പ്രതി സഹിക്കാനുള്ള അനുഗ്രഹങ്ങള്, പരിപൂർണമായ ഭൂമിയിലുള്ള സഹനങ്ങൾ, ജീവിതത്തിലെ സഹനങ്ങളെല്ലാം ഈശോയ്ക്ക് വേണ്ടിയും കാഴ്ചവെച്ച് അതൊക്കെ രക്ഷകരമാക്കാനായിട്ടുള്ള കൃപ തരുന്നമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എബ്രായർക്ക് ലേഖനത്തിൽ 6-ാം 15-ാം നമ്മുടെ ബലഹീനതയിൽ നമുക്ക് നമ്മളോട് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളൂ. പിന്നെയും ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മളെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ. തന്റെ കണ്ണുനീരും വേദനകളിലും സഹതാപങ്ങളിലും പിതാവിന്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കപ്പെട്ടവൻ നമ്മെ പോലെ ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്തവനും ഈ ഓശാന ഞായറാഴ്ച മുതൽ ഒരു വലിയ ജനക്കൂട്ടം ഈശോയെ പിന്തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓശാന ഞായറാഴ്ചയിലെ വലിയ ആരവത്തോടെ അവരുടെ ഹൃദയത്തില് ദൈവത്തെ രാജാവായിട്ട് വാഴുന്നമ്മേ എന്നൊക്കെ അവര് ഉറക്കെ ജനം വിളിച്ചു പറഞ്ഞെങ്കിലും അവരവരുടെ വസ്ത്രങ്ങളെല്ലാം ആ വഴിയിൽ വിരിച്ചിട്ട് ഈശോയെ സ്വീകരിക്കുകയും അതേ ആൾക്കൂട്ടം തന്നെ ഈശോയ്ക്ക് എതിരായിട്ട് തീരുന്നതായിട്ട് നമ്മൾ കുരിശു വരുന്ന സമയത്തൊക്കെ പെസഹ വ്യാഴാഴ്ചയൊക്കെ ഈശോയുടെ എതിരായി തീരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് പെസഹ രഹസ്യം എന്ന് സൂചിപ്പിക്കുന്നത്? ഈശോ നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു, അതെ, അവസാനം വരെ സ്നേഹിച്ചു. ഈശോ നമ്മെ ഓരോരുത്തരെയും ഒരു ഉപാധികളുമില്ലാതെ, ഒരു ഉടമ്പടികളുമില്ലാതെ ഈശോ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിച്ചതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് പെസഹ. യേശു തനിക്ക് ഉള്ളവരെ അവസാനം വരെ സ്നേഹിച്ചു. അങ്ങനെ ഈശോയുടെ ആ സ്നേഹത്തിന്റെ അടയാളമാണ് ഈശോ നമ്മോട് വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് പെസഹ നമ്മളൊപ്പം ആഘോഷിച്ചത്. യേശു തന്നെ ഒറ്റുകൊടുക്കുകയും തന്നെ തള്ളി പറയുകയും ചെയ്യുന്ന നമ്മളെ എല്ലാ വ്യക്തികളെയും ഈശോയ്ക്ക് സ്നേഹിക്കാനായി സാധിച്ചു എന്നാണ് ഈശോയും നമ്മളുള്ള വ്യത്യാസം. അവരെ ഓരോരുത്തരെയും അവസാന നിമിഷം വരെ ഈശോ ഓരോരുത്തരെയും സ്നേഹിച്ചു. അങ്ങനെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട്
അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയവും ഈശോയ്ക്ക് സ്നേഹമുള്ള ഒരു ഹൃദയമായി തീരാനായിട്ട് ഈശോ കടന്നു പോകുന്ന വാക്കിന്റെ അർത്ഥം, വാക്കിൽ നിന്ന് പെസക എന്ന വാക്ക് ഉണ്ടായത് പാദം കഴുകി. ആ സമ്പന്ന യോഗനാഥന്റെ സുശേഷത്തിലാണ് ആ പാദം കഴുകുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈശോ അപ്പം എടുത്ത് മുറിച്ച് വാഴ്ത്തി, ഇതെന്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ഇതെന്റെ രക്തമാണ്, നിങ്ങൾ പാനം ചെയ്യുവിൻ. അങ്ങനെ മനുഷ്യനെ നല്ലൊരു എളിമയുടെ മാതൃക കാൽ കഴുകിക്കൊണ്ട് ഈശോ അവിടെ കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ പള്ളികളിലൊക്കെ നമ്മൾ കാൽ കഴുകി ശുശ്രൂഷ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പല പള്ളിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്ത വ്യക്തികളുടെ, വളരെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ കാലുകളാണ് അവിടെ കഴുകുന്നതായിട്ട് കാണുന്നത്. എന്നാൽ മാർപ്പാപ്പയൊക്കെ ഈ തടവുകാരുടെയൊക്കെ കാലുകൾ കഴുകിക്കൊണ്ട് കുറച്ചുകൂടി എളിമയുള്ള ഒരു കാലുകഴുകി ശുശ്രൂഷയാണ് നമ്മുടെ മാർപ്പാപ്പൊക്കെ ചെയ്തത്. നമ്മളെക്കാളും വളരെയധികം കുറവുകളുള്ള ഇടറിപ്പോയ വ്യക്തികളെ അവരുടെ മുന്നിലെ മുട്ടുകുത്തി അവരെ കാല് കഴുകുന്നത് വലിയ അഗാധമായ വിനയത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ നമ്മളെക്കാൾ മോശമായി ഇടറിപ്പോയ അവർ മനുഷ്യരെ പാദങ്ങളെ ചുംബിച്ചുകൊണ്ട് അവരെയെല്ലാം അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ കുനിഞ്ഞുകൊണ്ട് കഴുകുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ അപ്പസ്തോലന്മാർ തമ്മിൽ ചെറിയ ഒരു തർക്കം അവിടെ നടന്നിരുന്നു. നമ്മുടെ ആരാന്ന് ഞങ്ങളിൽ ഏറ്റവും വലിയവൻ എന്നുള്ള തർക്കം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെ കുടുംബങ്ങളിലും പല വ്യക്തികളുടെ സ്നേഹബന്ധത്തിലും ഉണ്ടാകുന്ന ഏറ്റവും വലിയ തർക്കം എന്ന് പറഞ്ഞാൽ ഒരാളുടെ മുന്നിൽ നമുക്ക് കുനിഞ്ഞ് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് വരുന്നത്. യേശു ശിഷ്യന്മാരെ പാദം കഴുകിക്കൊണ്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യുക. വലിയവനായ ഒരു വ്യക്തി തന്നേക്കാൾ താഴെയുള്ളവരെ ഒരു വ്യക്തിയുടെ മുമ്പിൽ മുട്ടുമടക്കിയും വിനയം കാണിക്കാനായിട്ട് യേശു അതിൻ്റെ ഒരു പ്രത്യേക രീതിയിലാണ് അത് കാണിക്കുന്നത്. അരപ്പെട്ട നമ്മുടെ ശിഷ്യന്മാരുടെ എല്ലാം ആ ഒരു അഴുക്കൊക്കെ പരത്തിയിട്ടുള്ള ആ ഒരു കാൽപാദം കഴുകിക്കൊണ്ട് പത്രോസ് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് പറഞ്ഞു, നീ എൻ്റെ പാദം കഴുകരുതെന്ന്. യേശു പറഞ്ഞു, ഞാൻ നിന്റെ പാദം കഴുകുന്നില്ലെങ്കിൽ നീ എന്നോട് കൂടെ എൻ്റെ പങ്കാളിത്തത്തിൽ ഉണ്ടായിരിക്കില്ല. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ എന്നെ മുഴുവനും കഴുകാനായിട്ട് പത്രോസ് ആവശ്യപ്പെടുന്നുണ്ട്. കുളി കഴിഞ്ഞവൻ്റെ പാദം മാത്രം കഴുകിയാൽ മതി എന്ന് ഈശോ അവിടെ പത്രോസിനത് സൂചിപ്പിക്കുന്നുണ്ട്. പെസഹ തിരുനാളില് എന്ന് പറഞ്ഞ കടന്നു പോകലെന്ന തിരുനാളായിട്ടാണ് പാപത്തിന്റെ ശാപത്തിന്റെ നിന്ന് നമ്മെ രക്ഷിച്ച് നമ്മെ കൊണ്ടുപോകുന്ന ഈശോയുടെ ഒരു കടന്നു പോകലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈശോ അങ്ങനെ പരിശുദ്ധനെ സ്ഥാപിക്കുകയും പൗരോഹിത്യം സ്ഥാപിക്കുകയും ചെയ്തതായിട്ട് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ അത് ഓർമ്മയാണ് സൂചിപ്പിക്കുന്നത്.
അങ്ങനെ ഈശോയുടെ ആ ഒരു ഓർമ്മ സൂക്ഷിച്ചു വെക്കാനായിട്ട് ലോകാവസാനം വരെ അത് പിന്തുടർന്നു പോകാനായിട്ട് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഈശോ കുരിശുമരണവും ഉത്ഥാനവും വഴിയും സ്വർഗത്തിലേക്ക് കടന്നുപോയതിന്റെ ഓർമ്മ. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ അത് വാഴ്ത്തി നൽകുന്നതിൻ്റെ ഓർമ്മയാണ്. പിന്നെ മുറിച്ച് നൽകുന്നതിൻ്റെയും ഓർമ്മ. സ്നേഹത്തിൻ്റെ ഓർമ്മയാണ് വിശുദ്ധ കുർബാന. ഉടമ്പടിയുടെ ഓർമ്മയാണ് വിശുദ്ധ കുർബാന. വീണ്ടും ഈശോ വരുമെന്നതിൻ്റെ ഒരു ഓർമ്മയാണ് ഈ ഇതിലെല്ലാം സൂചിപ്പിക്കുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും ഒപ്പമാകാൻ വേണ്ടിയിട്ട് ഈശോ തീർന്നതാണ് ഈ പെസഹ ദിവസം. ഈശോ ഏറ്റവും വലിയ പാഠം നൽകിയും ചെറുതായി തീരുക, ഒരു അപ്പത്തിൻ്റെ രൂപത്തിൽ അത്രത്തോളം ഒരു ഫാനിട്ട് കഴിഞ്ഞാൽ പറന്നു പോകാവുന്ന രീതിയിൽ ഒരു കനം കുറഞ്ഞ ഒരു അപ്പത്തിൻ്റെ രൂപത്തിലേക്ക് ഈശോ ചെറുതായി വന്നതിൻ്റെ ഒരു സൂചനയാണ് ഇവർ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ വലിയവനാവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാവാന് ഈശോ പറയുന്നത്. ഇത്രത്തോളം ചെറുതാവാനായിട്ട്, ഇത്രത്തോളം നമ്മളെ സ്നേഹിക്കാനായിട്ട്, ഒരു കുഞ്ഞായി തീരാനായിട്ട് ഈശോ നമ്മോടും ഇതേ രീതി തന്നെയാണ് ആവശ്യപ്പെടുന്നത്. നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും എല്ലാ വ്യക്തിബന്ധങ്ങളിലും വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറുതായാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പ്രധാന കാരണമായി തീരുന്നത്. നിഷ്കളങ്കതയും തുറവിയും ആശ്രയബോധവും മറക്കുവാനുള്ള കഴിവും മുൻവിധിയില്ലാത്ത ഒരു പെരുമാറ്റവും ഒക്കെ വിശ്വാസവും പ്രത്യാശയുമാണ്. വിട്ടുകൊടുക്കലൊക്കെയാണ് ഈശോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന സ്വഭാവ ഗുണങ്ങള്. വിശുദ്ധ കുർബാന ഈശോയുടെ ജനനം മുതൽ മരണം ഉത്ഥാനവുമുള്ള വരെയുള്ള രഹസ്യങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 12-ാം വാക്യത്തില് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവാനെന്ന് ഈശോ നമ്മെ ആവശ്യപ്പെടുന്നു. ലൂക്കാസ് സുവിശേഷം 6-ാം അധ്യായം 31-ാം വാക്യത്തില് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതുപോലെ അപ്രകാരം തന്നെ നിങ്ങളും പെരുമാറുവിൻ. ഫിലിപ്പിയർ 2:3 അധ്യായത്തിൽ 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. മറ്റുള്ളവരെ ഓരോരുത്തരെയും നമുക്ക് ശ്രേഷ്ഠരായിട്ട് അംഗീകരിച്ച് അവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കണമെന്ന് ഈ വചനഭാഗത്തിൽ കാണാൻ സാധിക്കും. ദൈവം നമുക്ക് നേടിത്തന്ന ഒരു സൗജന്യ രക്ഷയാണ് വിശുദ്ധ കുർബാനയില് ബലിയില് ഈശോ പീഡാസഹനം കുരിശു മരണം വഴി നമുക്ക് നേടിത്തന്നത്. ആ സൗജന്യ രക്ഷ നമുക്ക് സ്വീകരിക്കാനായിട്ട് നമ്മൾ ഈശോയെ അനുനിമിഷം കണ്ടെത്താനായിട്ട്, അങ്ങനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് നമുക്കും ആഗ്രഹിക്കാം. പെസഹ രാത്രി എന്ന് പറഞ്ഞാൽ ഈശോയുടെ സ്നേഹത്തിന്റെ രാത്രിയാണ്. അത് ഈശോ നമുക്ക് നമ്മോടുള്ള സ്നേഹം ഒരിക്കലും അവസാനിക്കാത്ത ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു രാത്രിയാണ് പെസഹ രാത്രി എന്ന് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഈശോയുടെ ഹൃദയത്തിൽ മുഴുവനും സ്നേഹത്തിന്റെ ഒരു കടൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈശോയ്ക്ക് മനുഷ്യരെയും ശിഷ്യന്മാരെയൊക്കെ സ്നേഹിച്ചത് കുതിർന്നിട്ടുണ്ടായിരുന്നില്ല. ദിവ്യകാരുണ്യമായ ഈശോ നമ്മുടെ സന്നിധിയിലേക്ക് സ്നേഹം കൊണ്ട് നിറയുന്ന ഈശോയെ അടുത്ത് ചെന്ന് ഈശോയുടെ അടുത്ത് ദിവ്യകാരുണ്യത്തിലേക്ക് നിയോഗിക്കുന്ന ഈശോയെ സ്നേഹിക്കാനായിട്ട് ഈശോ നമ്മുടെ വേദനകളൊക്കെ പങ്കുചേർന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരുടെ ആ കാലഘട്ടത്തിലെ ഓരോ വ്യക്തികളിലും ഈശോ അടുക്കിലേക്ക് കടന്നു വരുന്നു. അവരെ എല്ലാവരെയും ചേർത്ത് പിടിക്കാനും
അവരുടെ കൂടെ ആയിരിക്കാനും അവരെ സ്നേഹിച്ച് വീണ്ടെടുക്കാനും അങ്ങനെ അവരുടെ രോഗങ്ങൾ കഷ്ടപ്പാടുകളൊക്കെ മാറ്റാനായിട്ട് ഈശോയുടെ സ്നേഹം അങ്ങനെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതായിട്ട് നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ സ്നേഹത്തിന്റെ ഒരു അടിമയായ ഒരു മനുഷ്യനായിരുന്നു ഈശോ. ഈശോയുടെ സ്നേഹം സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു സ്നേഹമായിരുന്നു. അങ്ങനെ ഈശോയുടെ അടുത്ത് ചെന്ന വ്യക്തികൾക്കെല്ലാം സ്നേഹവും സന്തോഷവും പകർന്നു നൽകാനായിട്ട് സാധിക്കാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചു. അങ്ങനെ സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ കീഴടക്കാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈശോ. അങ്ങനെ ഈശോ നമ്മളെ ഉള്ളിലേക്കും ഈശോയുടെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകാനായിട്ട് ഈശോ ഇന്നും വിശുദ്ധ ദിവ്യകാരുണ്യത്തിലൂടെ സജീവമായി ഇന്നും നമ്മുടെ ഉള്ളിലേക്ക് വിശുദ്ധ കുർബാനയിലൂടെ കടന്നു വരികയും ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ പോയിരുന്നു കൊണ്ട് ഈശോയുടെ ആ സ്നേഹം നമ്മളിലേക്ക് ഒഴുക്കാനായിട്ട് ഈശോ ഇന്നും ആഗ്രഹിക്കുന്നു. യോഹന്നാൻ പറയുന്നു, ദൈവം എന്ന് പറഞ്ഞ സ്നേഹമാണ്. അമ്മയെ പോലെ സ്നേഹിക്കുന്നതായിരുന്നു ഈശോയുടെ ആ ദൈവത്തിന്റെ സ്നേഹം. നമ്മൾ ഓരോരുത്തരിൽ നിന്നും ദൈവം ആവശ്യപ്പെടുന്നത് ദൈവത്തെ ആരാധിക്കാനും അവിടുത്തെ കൽപ്പനകൾ പാലിക്കാനും അവിടുത്തെ സ്നേഹിക്കാനുമാണ്. ദൈവം നമുക്ക് മറ്റുള്ളവരെ അവരായിരിക്കുന്ന രീതിയിൽ മനസ്സിലാക്കാനും അംഗീകരിക്കാനും സ്നേഹിക്കാനും ദൈവം നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നു. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മകളും ആണെന്നുള്ള ബോധ്യത്തില് നമ്മുടെ ഓരോ തകർച്ചയിലും പാപതാവസ്ഥയിലും നമ്മുടെ സങ്കടത്തിലെല്ലാം നമ്മുടെ കൂടെ നിന്ന് നമ്മെ രക്ഷിച്ചെടുക്കുന്ന ഈശോയുടെ ആ സ്നേഹമാണ് നമുക്ക് ജീവിതത്തിൽ ഓരോ നിമിഷവും അനുഭവിക്കാനായിട്ട് ഇട നൽകുന്നത്. ഈ ലോകത്ത് നമുക്കൊരിക്കലും ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയ പാപം വഴിയും നമ്മൾ ദൈവിക നഷ്ടപ്പെട്ടു പോയ ആ ഒരു ദൈവിക ജീവൻ തിരിച്ചു തരാനായിട്ട് ഈശോയ്ക്ക് മാത്രമേ നമുക്ക് ഈ ലോകത്ത് സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യത്തില് ഈശോയുടെ ഓരോ നോട്ടത്തിലും ഓരോ പുഞ്ചിരിയിലും എല്ലാം ഈശോയുടെ ഓരോ വചന പ്രഘോഷണങ്ങളിലെല്ലാം പാപികൾ മാനസാന്തരപ്പെടുകയും അങ്ങനെ അവരുടെല്ലാം നഷ്ടപ്പെട്ട അഭിഷേകങ്ങളൊക്കെ തിരിച്ചു കിട്ടുന്നതായിട്ട് നമുക്ക് വചനത്തില് ഈശോയെ സമീപിച്ച വ്യക്തികളിലെല്ലാം കാണാൻ സാധിക്കും. പാപം ആണ് ദൈവിക ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യനെ പീഡിപ്പിക്കുന്നു. പാപത്തിന്റെ ശമ്പളമാണ് മരണം. യേശുവെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും വില അറിഞ്ഞ് അതിൽ നിന്ന് ഈശോയെ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കാനായിട്ട് അങ്ങനെ നമ്മളുള്ള അന്ധകാരവും പാപത്തിന്റെ വാസനകളും അടിമത്തത്തിൽ നിന്നെല്ലാം മോചിപ്പിക്കാനായിട്ട് വിശുദ്ധ കുർബാനയിൽ അനുനിമിഷം പാപങ്ങള് നമ്മൾ കഴുകി കളഞ്ഞ് വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് വിശുദ്ധിയിൽ മുന്നേറിക്കൊണ്ട് നമുക്ക് ദൈവത്തിന്റെ കൃപകള് ധാരാളമായി നേടിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോ ഇന്ന് നമ്മെ ഓരോരുത്തരെയും ഉള്ളിലേക്ക് കടന്നു വന്ന് നമ്മെ വിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മൾ ഓരോ ദിവസവും അകന്നു പോകുമ്പോൾ പിശാചിനെ സാത്താനെ നമ്മളെ എളുപ്പം തോൽപ്പിക്കാനായിട്ട് എളുപ്പമായ
ഒരു വ്യക്തികളായിട്ട് നമ്മൾ തീരും. വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധിയിലായിരിക്കുന്ന വ്യക്തികളെ തൊടാൻ പോലും സാത്താന് പേടിയായി തീരും. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും ഭൂമിയിൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് വിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും ധാരാളമായി നൽകാനായിട്ട് വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുത്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയാലും ഈശോയെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ഒരു കൃപ തരുന്നമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസവും ഈശോയിലുള്ള പ്രത്യാശയും വിശ്വാസവും നഷ്ടപ്പെടാതെ മരണം വരെ ഈശോയിൽ ജീവിക്കാനായിട്ടുള്ള കൃപ തരുന്നമേ എന്ന് നമുക്ക് ഈ വിശുദ്ധ വാരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും നമുക്കൊരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കാത്ത ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമുക്ക് യേശു എന്ന് പറയുന്ന അനുഗ്രഹം. ഈശോയെ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ജീവിതത്തിലെ മരണം വരെ ഈശോയിലുള്ള പ്രത്യാശയും ഈശോയുള്ള വിശ്വാസവും ഈശോയുള്ള സ്നേഹവും നിന്നും അകന്നു പോകാൻ ഞങ്ങൾ ഒരിക്കലും ഇടയാക്കരുതേ. ദൈവത്തിൻ്റെ കൃപകൾ ഞങ്ങൾക്ക് വർഷിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും വലിയ ആരാധനയാണ് വിശുദ്ധ കുർബാനയിലുള്ള ഏറ്റവും വലിയ ആരാധന വിശുദ്ധ കുർബാനയാണ്. ഏറ്റവും വലിയ പൂർണ്ണമായ ഒരു ബലിയും അർപ്പണവും വിശുദ്ധ ബലി കുർബാനയാണ്. പൂർണ്ണമായത് സർവ്വതും തിരഞ്ഞെടുക്കാനായിട്ട് ദൈവത്തിന് മനുഷ്യൻ്റെ അടുക്കലേക്ക് മനുഷ്യന് ദൈവത്തിന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ആരാധനയാണ് വിശുദ്ധ ബലി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലേവ്യരുടെ പുസ്തകത്തിലെ 11-ാം അധ്യായത്തിലെ 44-ാം വാക്യത്തില് ഞാൻ നിങ്ങൾക്ക് ദൈവമായ കർത്താവാണ്, നിങ്ങളെ തന്നെ കഴുകി വിശുദ്ധീകരിക്കുവിൻ, ഞാൻ പരിശുദ്ധനാണ്. ദൈവം എന്ന് പറഞ്ഞാൽ അത് പരമപരിശുദ്ധനായ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നമുക്കറിയാം. ഇസ്രായേലിന്റെ ദൈവം സുധീര സിംഹാസനത്തിലാണ് ഭോഗസ്ഥനായിരിക്കുന്നത്, അങ്ങ് പരിശുദ്ധനാണ്. അതുകൊണ്ട് നമുക്കും പരിശുദ്ധിയുള്ള ഒരു ഹൃദയത്തോടു കൂടി ബലി അർപ്പണത്തിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പോകുന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. ബലിയർപ്പിക്കുന്നത് എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നത് പുരോഹിതനാണ്. നമ്മൾ ഓരോരുത്തരും പുരോഹിതനോട് ചേർന്ന് രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് നിത്യപുരോഹിതനായ ഈശോയെ ബലിയർപ്പിക്കുന്നതാണ് വിശുദ്ധ കുർബാന. എബ്രായ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യത്തില് സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പുരോഹിതൻ ദൈവത്തിനോട് ചേർന്ന് യേശു നമുക്കുള്ളത് കൊണ്ട് ആ ക്രിസ്തുവിനെ നമുക്ക് മുറുകെ പിടിക്കാം. നമുക്ക് ബലിയർപ്പിക്കുന്ന ഒരു മഹാപുരോഹിതനായ ഏറ്റവും വലിയ നിത്യപുരോഹിതനായ ഈശോ മാത്രമാണ്. ആ പുരോഹിതൻ ദയാദൂട്ടി നിത്യപുരോഹിതനായ ഈശോ ചേർന്നുകൊണ്ട് സഹകാർമ്മികത്തിൽ പങ്കെടുക്കാനെന്ന് തിരുപ്പട്ടം വഴി
ഈശോ ശുശ്രൂഷ പൗരോഹിത്വം നൽകിക്കൊണ്ട് പൗരോഹിത്വം സ്ഥാപിച്ചുകൊണ്ട് പുരോഹിതരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ നിത്യപുരോഹിതനായ ഈശോയുടെ നിത്യപൗരോഹിത്യത്തിലെ സഹകാർമ്മികളായിട്ട് ശുശ്രൂഷ അനുഷ്ഠിക്കാൻ വേണ്ടിയാണ് ഓരോ വൈദികനെയും പെസഹ തിരുനാളില് ഈശോ പൗരോഹിത്യം സ്ഥാപിച്ചുകൊണ്ട് അത് ലോകാവസാനം വരെ തുടർന്നു കൊണ്ടുപോകാനായിട്ട് വിശുദ്ധ പൗരോഹിത്യം സ്ഥാപിച്ചിരിക്കുന്നത്. പൗരോഹിത്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. ശുശ്രൂഷ പൗരോഹിത്യം അത് തലമുറകളിലേക്ക് കൈമാറി കൈവെപ്പ് വഴി കൈമാറി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ തിരുപ്പട്ടം വഴി കൂദാശ ചെയ്യപ്പെട്ടുകൊണ്ട് കൂദാശ വഴി സഹകാർമ്മികരായി തീർന്നുകൊണ്ട് പൗരോഹിത്യം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈശോയോടൊപ്പം ദൈവജനത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുക എന്നാണ് പൗരോഹിത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1 പത്രോസ് അധ്യായത്തിൽ സുവിശേഷം 1 പത്രോസ് ലേഖനത്തിലെ 2 മുതൽ 5 മുതൽ വാക്യങ്ങൾ, നിങ്ങൾ സജീവ ശിലയായ ആത്മീയ ശിലയായി പണിതുയർത്തപ്പെട്ട യേശു ക്രിസ്തു വഴിയും വിശുദ്ധ ജനവുമായ പൗരോഹിതരായി തീരട്ടെ. 1 പത്രോസ് 2 അധ്യായം 9 വാക്യത്തില് നിങ്ങൾ തിരഞ്ഞെടുത്ത പുരോഹിത വംശവും രാജക പുരോഹിതഗണവുമാണ്, വിശുദ്ധ ജനവും ദൈവത്തിന്റെ സ്വന്തം ജനതയുമാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഈശോയുടെ അരാജകീയ പൗരോഹിത്യത്തിൽ പങ്കുവെട്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണെന്നുള്ള ബോധ്യത്തില് ആ വിശുദ്ധ കുർബാനയിലും സജീവമായി പങ്കുകൊള്ളാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ തീരുമ്പോൾ വിശുദ്ധ കുർബാന ഒരു അനുഭവമായി തീരാനും അതിലൂടെ മാനസാന്തരവും വിശുദ്ധീകരണവും സ്നേഹവും നൽകിയും നമ്മളെ ഓരോരുത്തരെയും പാപങ്ങളെല്ലാം ആ വിശുദ്ധ കുർബാനയിലൂടെ മോചിക്കപ്പെട്ടുകൊണ്ട് നമ്മൾ ഈശോയുടെ വിശുദ്ധിയിൽ പങ്കുചേരാനായിട്ട് അനുനിമിഷം വളർന്നു വരാൻ വിശുദ്ധ കുർബാനയിലുള്ള സജീവ പങ്കാളിത്തം വഴിയും നമുക്ക് സാധിക്കും. നിയമാവർത്തന പുസ്തകത്തിലെ 18 അധ്യായം 28 വാക്യത്തിലെ പുരോഹിതൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് തൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാനും തൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാനും വേണ്ടിയാണ് പുരോഹിതനെ ദൈവം വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ഈശോയുടെ മുമ്പിൽ നിൽക്കാനും ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്യാനും അങ്ങനെ അതേപോലെ തന്നെ ദൈവം ജനത്തെയും ഈശോ നമ്മളെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ മുന്നിൽ നിൽക്കാനും ദൈവിക പരിശുദ്ധിയില് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് യേശുവിന്റെ ദൈവത്തിന്റെ നാമത്തില് ബലിയർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തിരുന്ന ബോധത്തില് വിശുദ്ധ കുർബാനയിലും പങ്കുകൊള്ളാനായിട്ട് വരും. കാഴ്ചക്കാരായി നിൽക്കാതെ വിശുദ്ധ കുർബാനയിലും ദൈവത്തിന്റെയും മാലാഖന്മാരെയും പരിശുദ്ധ കന്യകാമറിയും സകല ആൾക്കാരുടെയും കൂടെ സജീവമായി വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാനായിട്ട് നമുക്കും കൃപ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ബലികളുടെയും ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് സ്നേഹമാണ്. അങ്ങനെ നമ്മുടെ ഓരോ ഇഷ്ടങ്ങൾ മാറ്റിയിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ജീവിക്കാനായിട്ട് അങ്ങനെ സ്നേഹത്തിലായിരിക്കാനായിട്ട് ഈശോ ശരീര രക്തവും നമ്മൾ സ്വീകരിക്കുന്ന വഴി ഈശോയുമായി നമ്മൾ ഒന്നായി തീരാനായിട്ട് ഈശോ ദൈവമായതുകൊണ്ട് ഈശോയുടെ പൗരോഹിത്യം ഒരിക്കലും അവസാനിക്കുന്നില്ല, അതിന് ആരംഭവും ഒടുക്കവുമില്ല. ഈശോയാണ് വിശുദ്ധ കുർബാനയില് ബലിയർപ്പിക്കുന്നത്. പുരോഹിതൻ അതിൽ സഹകാർമ്മികനായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്.
നമുക്ക് ഓരോരുത്തർക്കും ഈശോയുടെ രാജകീയ പൗരോഹിത്യത്തിൽ അംഗമായി ലഭിച്ചത് വിശുദ്ധ മാംദീസയിലൂടെ മാംദീസയിലൂടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലെ അഭിഷേക തൈലത്താൽ നിങ്ങൾ മുദ്രയാക്കപ്പെടുകയും തൈലം നെറ്റിയിൽ പൂശിക്കൊണ്ട് മാംദീസയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു രാജകീയ പൗരോഹിത്യത്തിലെ ദൈവത്തിന്റെ ആ ഒരു ഇതില് പങ്കുചേരാനായിട്ട് ദൈവത്തെ ശുശ്രൂഷിക്കാനും ആരാധിക്കാനും അങ്ങനെ നമുക്ക് ദൈവം നൽകിയ രാജകീയ പൗരോഹിത്യം കിട്ടിയ വ്യക്തികളാണെന്നുള്ള ബോധ്യത്തില് മാംദീസയിലൂടെ നമുക്ക് ലഭിച്ച ആ ഒരു ബോധ്യത്തിലെ വിശുദ്ധ ബലിയില് സജീവമായി ദൈവത്തെ ആരാധിച്ച് സ്നേഹിച്ച് ശുശ്രൂഷിച്ച് ജീവിക്കാനായിട്ട് കൃപ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നിത്യപുരോഹനായി ഈശോയോട് ചേർന്ന് ശുശ്രൂഷ പൗരോഹിത്യത്തിനോട് ചേർന്ന് ബലി അർപ്പിക്കാൻ ആരാധന അർപ്പിക്കാനായിട്ട് ബലി വസ്തുക്കള് നമ്മൾ ഓരോരുത്തരും വിശുദ്ധ ബലിയിലേക്ക് ഇനി എങ്ങനെയാണ് പങ്കുകൊള്ളേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ണോടിക്കാം. ആദ്യം ബലി അർപ്പിക്കാൻ വരുന്ന കയ്യിൽ എന്തായാലും ബലി വസ്തുക്കൾ ഉണ്ടായിരിക്കണം. നമ്മളെ തന്നെയാണ് നമുക്ക് ഈശോയുടെ മുന്നിൽ കാഴ്ചവെക്കാം. അങ്ങനെ നഷ്ടപ്പെട്ടു പോയി പാപത്തിൽ നിന്ന് അറിയപ്പത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് ആത്മാക്കളെ കാഴ്ചവെക്കാനായിട്ട് നമുക്ക് ഈ ഓരോ ബലിയിലും നമുക്ക് കാഴ്ച ബലി വസ്തുവായിട്ട് ഓരോ ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങൾ ഈശോയുടെ മുന്നിൽ നമുക്ക് വിശുദ്ധ ബലിയിൽ കാഴ്ചവെക്കാം. നമ്മൾ വിശുദ്ധ ബലിയിലേക്ക് വരുമ്പോൾ രമ്യതയിലൂടെ ഈശോയിലേക്ക് കടന്നു വരാനായിട്ട് നമ്മൾ ശ്രമിക്കാം. ആരോഗ്യങ്ങൾ വിദ്വേഷം വെറുപ്പുണ്ടെങ്കിൽ ആ ബലി വസ്തുവോട് വെച്ചത് അവരുമായി രമ്യപ്പെട്ടുകൊണ്ട് ബലി അർപ്പിക്കാനാണ് ഈശോ നമ്മൾ ആവശ്യപ്പെടുന്നത്. കുമ്പസാരം വരെയും പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അതിന് വിശുദ്ധിയുള്ള സ്നേഹവും ഐക്യവും ഉള്ള ഒരു ഹൃദയത്തോടെ നമ്മൾ ഈശോയുടെ മുന്നിലായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിമിഷം ഓരോ ദിവസവും നമ്മൾ ആ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പോകുന്ന വ്യക്തികളാണെന്നുള്ള ബോധ്യത്തില് വിശുദ്ധിയില് ഒക്കെ നിലനിൽക്കാൻ വേണ്ടി പാപങ്ങളെല്ലാം ചിലർക്ക് പാപങ്ങൾ പോലും ഉപേക്ഷിച്ചുകൊണ്ട് നമ്മളെ അനുനിമിഷം വിശദീകരിക്കപ്പെട്ടുകൊണ്ട് ഈശോ പരമപരിശുദ്ധനായ ദൈവമായതുകൊണ്ട് ആ ദൈവത്തിന് ബലിയർപ്പിക്കാൻ പോകുന്ന നമുക്കും വിശുദ്ധി വളരെ അത്യാവശ്യമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ശരീരത്തെ ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി അർപ്പിക്കാനാണ് നമ്മൾ വിശുദ്ധ ബലി വചനത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വിശുദ്ധിയിലെ സ്നേഹത്തിലെ വിശുദ്ധ അർപ്പിക്കാത്തത് കൊണ്ടാണ് വിശുദ്ധ ബലി നമുക്ക് അനുഭവമായി തീരാത്തതും ദൈവത്തിന്റെ കൃപകള് അനുഗ്രഹങ്ങള് നമ്മളിലേക്ക് വരാത്തതിന് പ്രധാന കാരണം നമ്മൾ വിശുദ്ധി നിറഞ്ഞ ഹൃദയത്തോടെ ബലി അർപ്പിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നമേ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രാർത്ഥന ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ആത്മാർത്ഥമായി ദാഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ദാഹിക്കുന്ന വ്യക്തികളുടെ മേലെ ഒന്നറിയാനായിട്ട് ഇടയായി തീരും. അങ്ങനെ വിമരിച്ചു പോയ സമയത്ത് പോയ വ്യക്തികളെല്ലാം ആ വിശുദ്ധ കുർബാന സമയത്ത് അവിടെ പള്ളിയിൽ പ്രാർത്ഥന അയച്ചുകൊണ്ട് അവരവിടെ ആയിരിക്കുന്നുണ്ടാവും. അപ്പം നമ്മുടെ മരിച്ചുപോയ എല്ലാ വ്യക്തികളെയും നമ്മുടെ സ്വന്തം കുടുംബാംഗങ്ങൾ ബന്ധുമുത്താദികളെല്ലാം ഓർത്തുകൊണ്ട് ആ വിശുദ്ധ ബലിയിൽ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. അങ്ങനെ നമ്മൾ ഓരോരുത്തരുടെ ഹൃദയത്തെയും മനസ്സിനെയും ഈശോയിലേക്ക് വസിക്കാൻ പറ്റുന്ന ഒരു വിശുദ്ധിയുള്ള ഒരു ഹൃദയമാക്കി തീർക്കാനായിട്ട് അനുനിമിഷം നമ്മളെ തന്നെ വിശദീകരിച്ചുകൊണ്ട് ഓരോ നിമിഷവും മുന്നേറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.
നമ്മൾ ഓരോരുത്തരും ഓരോ തരത്തിലുള്ള മറ്റു തരത്തില് ഒരു ഒരു ബലിജീവിതം നയിക്കുന്ന വ്യക്തികളാണ്. അങ്ങനെ നമ്മള് മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയൊക്കെ ഒരുക്കി തീരുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടിയും ബലിയർപ്പിക്കുന്ന വ്യക്തികൾക്ക് ഈശോയുടെ സ്നേഹം ഓരോ നിമിഷവും അനുനിമിഷവും ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹമാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അവനെ ഹോമകാരിക്കെതിരെ 8-31 വാക്യത്തില് നമ്മുടെ പാപങ്ങളൊക്കെ നിറഞ്ഞ വ്യക്തികളാണെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിയും വിമർശനവും പിന്നെ കുറ്റപ്പെടുത്തലൊക്കെ ആയിട്ട് നമ്മൾ മാറ്റി നിർത്തപ്പെടുന്ന അവസരങ്ങളിലൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ആ സമയത്തെല്ലാം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സൈഡ് പിടിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്ത് ഈശോ മാത്രമാണെന്നുള്ള ബോധ്യത്തില് ഈശോ നമ്മുടെ കൂടെ നമ്മളെ സപ്പോർട്ട് സൈഡ് നിന്ന് നമ്മെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ പാപത്തിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചു വന്ന് ഈശോയുടെ ആ സ്നേഹത്തിലേക്ക് എത്തിച്ചേരുന്നുള്ള ബോധ്യത്തില് എത്തിച്ചേരാൻ വേണ്ടിയാണ് ഈശോ നമ്മുടെ ഈ ലോകത്തില് ആരെല്ലാം തള്ളി പറഞ്ഞാലും ഈശോ ഒരിക്കലും നമ്മെ തള്ളി പറയാതെ ഇരിക്കുന്ന ഒരേ ഒരു വ്യക്തി ഈശോ മാത്രമുള്ള ബോധ്യത്തില് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ബോധ്യമുള്ള സമയത്ത് പോലും മാതാപിതാക്കളോ അല്ലെങ്കിൽ ഈശോ മാത്രമാണ് നമ്മളെ തള്ളി പറയാതെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ ഈശോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈശോ നമുക്ക് വേണ്ടി കാൽവരിയിൽ പകരക്കാരനായി തീർന്നതുപോലെ ഈ ഭൂമിയിൽ ഈശോ നമുക്ക് വേണ്ടിയും പകരക്കാരനായി തീർന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുകൊടുത്തുകൊണ്ട് അവരെ കുറ്റം പിടിക്കരുത്, എന്നെ കുറ്റം പിടിച്ചോളാൻ പറഞ്ഞ ഈശോ നമ്മുടെ മുന്നിൽ കയറി നിന്നുകൊണ്ട് നമ്മെ പാപത്തിൽ നിന്ന് അങ്ങനെ കുറ്റക്കാരായി വിധിക്കപ്പെടുന്ന അവസരത്തിലെല്ലാം ഈശോ നമുക്ക് വേണ്ടി വാദിക്കുന്ന വ്യക്തിയായിട്ട് ഇന്ന് നിലകൊള്ളുന്ന വ്യക്തിയാണ് ഈശോ. നമ്മളെല്ലാം കുറവുകളും പാപങ്ങളും ഒക്കെ നമ്മൾ വീഴ്ചകളെല്ലാം അറിയാവുന്ന ഈശോ നമുക്ക് വേണ്ടിയും നമ്മുടെ മുന്നിൽ ഏറ്റുനിന്നുകൊണ്ട് നമ്മെ രക്ഷിക്കപ്പെടുത്തുന്ന ഒരേ ഒരു സ്നേഹം യേശുവിൻ്റെ സ്നേഹമാണ്. അങ്ങനെ മറ്റുള്ളവരെ നമ്മളെ മാറ്റി നിർത്തുകയും നമ്മൾ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് തീരുന്ന ഒരു പാപത്തിൻ്റെയും അങ്ങനെ മരുഭൂമിയുടെ അവസ്ഥയിൽ നമ്മൾ നിൽക്കുന്ന ഒരു അവസ്ഥ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുമ്പോൾ അവയെല്ലാം ഈശോയ്ക്ക് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ ഓർക്കുകയും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്ന ഏക മധ്യസ്ഥൻ യേശു മാത്രമാണെന്നുള്ള ബോധ്യത്തിൽ ഈശോയെ പഴയ നിയമത്തിലൊക്കെ ഒരു ലേവ്യ പുസ്തകത്തിലൊക്കെ നമ്മൾ പാപപരിഹാര ബലി ഒരു പുരോഹിതൻ ആ കാലത്ത് പഴയ കാലത്ത് തൻ്റെ പാവങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ പാവങ്ങൾക്ക് വേണ്ടി കാള കിടാങ്ങളെയും ഒക്കെ മുറിച്ച് അവരെ രക്തളിച്ചുകൊണ്ട് പാപങ്ങളെ മാറ്റിയിരുന്ന ഒരു ബലിയാണ് പഴയ കാലത്ത് നടത്തിയിരുന്നത്. പുതിയ നിയമത്തിൽ ഈശോ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് തൻ്റെ പുതിയ സ്നേഹം ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് അത് നിർവഹിക്കുന്നു. നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത പാപങ്ങളെ ഏറ്റെടുത്ത ദൈവത്തിന്റെ കുഞ്ഞാടാണ് ഈശോ. ഈശോയുടെ ബലിയും സ്വർഗത്തിലെ അത് വലിയ ഒരു ബലിയായിട്ട് ഈശോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടായ മൂന്നാമത്തെ കുഞ്ഞാടായിരുന്നു ഈശോ. അതുകൊണ്ടാണ് ഈശോയുടെ ബലിയും സ്വർഗത്തില് സ്വീകാര്യമായി തീർന്നത്. നമ്മള് വിശുദ്ധിയില് ആയിത്തീർന്നാൽ മാത്രമാണ് നമ്മുടെ ബലിയും ദൈവത്തിന് സ്വീകാര്യമായുള്ള ബലിയായി തീരാൻ സാധിക്കുള്ളൂ.
നമ്മൾ ദൈവഭക്തിയോട് കൂടി സ്വീകരിച്ചാലും അർപ്പിച്ചാലും നമ്മൾ വിശുദ്ധിയില്ലെങ്കിൽ ദൈവത്തിന് ഒരിക്കലും നമ്മളെ സ്വീകരിക്കാനായിട്ട് ബലിയും സ്വർഗത്തിന് സ്വീകാര്യമായ ബലി അർപ്പിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. റോമാക്കാർക്കെതിരെ 12-ാം വാക്യത്തില് നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധമായി ദൈവത്തിന് സജീവ ബലിയായിട്ട് അർപ്പിക്കാനായിട്ട് ഇതായിരിക്കണം നമ്മുടെ യഥാർത്ഥമായ ആരാധന എന്ന് ആ വചനഭാഗത്ത് കാണാൻ സാധിക്കും. അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കരുത് എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കാനായിട്ട് കാശ് കൊടുത്താൽ മാത്രം പോരാ, ആ വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളാനായിട്ട് നമ്മൾ പരിശ്രമിക്കണമെന്ന് യേശു നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ ഈ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യുക കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരായിട്ടാണ് തെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും സ്വയം വിവേചിച്ചറിഞ്ഞുകൊണ്ട് വേണം ആ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട്. ശരീരത്തെ ഈശോയുടെ ശരീരമാണെന്ന് വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാത്രത്തിൽ പാനം ചെയ്യുകയും ചെയ്യുന്നത് തന്നെ ശിക്ഷാവിധിയാണ് അവര് സ്വീകരിക്കുന്നതെന്ന് ഈശോ പറഞ്ഞ ഭാഗത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. ഈശോയുടെ ആ അപ്പത്തിലെ ഈശോ വലിയ സാന്നിധ്യം ഈശോ അതിൽ എഴുന്നള്ളിയിരിക്കുന്നു, ഈശോ അതിൽ ആയി തീർന്നിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തില് ഈശോയില് അനുനിമിഷം വളർന്നു വന്ന് ഈശോയെ സ്നേഹിക്കാൻ, ഈശോയെ ആരാധിക്കാനായിട്ട് നമുക്ക് സാധിക്കാം. ഈ മാർത്തം 4-ാം അധ്യായത്തില് നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ അപ്പോൾ നമ്മെ സമീപസ്ഥനായിരിക്കുന്ന ഒരു ദൈവം, ഒരു ശ്രേഷ്ഠ ജനത വേറെ എന്താന്നുള്ളത്. യുവകാരനും പറ്റാത്ത കുറവെയാണ് ഈശോയുടെ സ്നേഹത്തിന്റെയും എളിമപ്പെടുന്നതിന്റെയും ചെറുതാളിന്റെയും ഒരു സൂചനയാണ്